ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അത് നമ്മളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ചുരിദാറിൻ്റെ സ്ലീവാണിത്. അപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മളിവിടെ കറക്റ്റ് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. കാരണം നമ്മുടെ ചോക്ക് മാർക്കിൽ കണ്ടോ, ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ്, കുഴിച്ച് കട്ട് ചെയ്ത ഭാഗമാണിത്. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ കറക്റ്റ് നല്ല വശം മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ സ്ലീവിൻ്റെ, അതായത് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് വശം, അതായത് നമ്മുടെ മാർക്ക് ചെയ്ത് കുഴിച്ച് കട്ട് ചെയ്ത ഭാഗമാണ് ഫ്രണ്ട് പാർട്ടിൽ നമ്മുടെ ഫ്രണ്ട് പാർട്ടായിട്ട് വരുന്നത്. ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗമാണ്. ഇനി നമ്മളിവിടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മളിവിടെ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗവും കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല. നമ്മളിതുപോലെ കറക്റ്റ് വെച്ച് നമ്മൾ തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമ്മളോട് പലരും പറയാറുണ്ട്, ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഒന്നുകിൽ സ്ലീവിൻ്റെ തുണി കൂടുതൽ പുറത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ ബോഡി പാർട്ടിൻ്റെ തുണി. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ കറക്റ്റായിട്ട് നമ്മുടെ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്കിവിടെ കണ്ടോ യാതൊരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ നമുക്കിവിടെ തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മളിവിടെ ഈ ഒരു മാർക്കിംഗ് കറക്റ്റായാൽ നമ്മൾ രണ്ട് ഭാഗത്തും കൊടുക്കുന്ന തുണി നമുക്ക് കറക്റ്റാണ്. അതുകൊണ്ടാണ് നമുക്കത് കൂടുതൽ പുറത്തേക്ക് വരാത്ത രീതിയിൽ കറക്റ്റ് കിട്ടുന്നത്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്ലീവിന് നമ്മൾ എത്രയാണോ അല്ലെങ്കിൽ അളവ് മാർക്കിന് ശേഷം നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തത്, അല്ലെങ്കിൽ ബോഡി പാർട്ടിൽ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തത്, അതേ തയ്യൽ തുമ്പ് തന്നെ നമ്മുടെ സ്ലീവിലും നമ്മൾ കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു മാർക്കിങ്ങിന് ശേഷം നമ്മുടെ ആ ഒരു ചെസ്റ്റ് അളവിലൊക്കെ മാർക്ക് വരില്ലേ, ആ ഒരു മാർക്കിന് ശേഷവും നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് പുറത്തേക്ക് കണ്ടോ ഈ ഒരു സൈഡ് വശവും നമുക്ക് കിട്ടും. നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഇതുപോലെ കിട്ടണം. കാരണം വെച്ചാൽ എന്നാൽ മാത്രമേ നമുക്ക് നല്ല കറക്റ്റ് അളവിൽ നല്ല ഫിറ്റിങ്ങോട് കൂടി നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം ചിലപ്പോൾ നമുക്ക് കൂടുതലൊക്കെ വരും, അതൊന്നും നിങ്ങൾ വലിച്ചു കൊടുക്കുകയോ അതുപോലെ തന്നെ ചുരുക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ കട്ടിങ്ങിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. കട്ടിങ്ങിൻ്റെ അളവ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ തയ്ച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കിട്ടും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആം ഹോളൊക്കെ എപ്പോഴും സ്ലീവ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം. അതായത് അവിടെ നിന്ന് മാറി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല. ആ ഒരു സ്റ്റിച്ച് എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ കൂടി തന്നെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫിനിഷിങ്ങിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ഇതുപോലെ സ്ലീവ് നമുക്ക് കറക്റ്റ് ഫിറ്റിങ്ങിൽ വന്നാൽ നമ്മളിതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡും നമ്മൾ ഇതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ രണ്ടാമത്തെ സൈഡിലും നമ്മൾ കേട്ടോ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ വീണ്ടും ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് ശ്രദ്ധിച്ച് കട്ടിംഗ് ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു തോൾ വശമില്ലേ, അത് നമുക്ക് കറക്റ്റായി വന്നാലുള്ള ഗുണം കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം കണ്ടോ. അതായത് നമ്മളിവിടെ സൈഡ് ഭാഗം നമ്മൾ തയ്ക്കുന്ന സമയത്ത് നമ്മൾ സ്ലീവിൻ്റെ മാർക്കിംഗ് കണ്ടോ, അതായത് നമ്മുടെ സ്ലീവിൻ്റെ മാർക്ക് വരുന്നുണ്ടോ, ആ ഒരു മാർക്കും നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കും നമുക്ക് കണ്ടോ കറക്റ്റായിട്ട് വരുന്നുണ്ടോ. അവിടെ പലരും തയ്ച്ചത് കാണാം, ഇവിടെ ഒന്ന് ബെൻഡ് ചെയ്തിട്ടൊക്കെ തയ്ച്ചതൊക്കെ കാണാം. അങ്ങനെയൊന്നും തയ്ക്കാൻ പാടില്ല. കറക്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് സ്ലീവിൻ്റെ മാർക്കിൽ നിന്ന് നേരിട്ട് നമുക്ക് ബോഡി പാർട്ടിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ചിങ് വരണം. എന്നാൽ മാത്രമേ നമ്മുടെ അളവൊക്കെ കറക്റ്റായിട്ട് വരികയുള്ളൂ. അതുപോലെ തന്നെ നമുക്കിവിടെ രണ്ടാമത്തെ സൈഡാണിത്. ആദ്യത്തെ സൈഡ് നമ്മൾ തയ്ച്ചു, രണ്ടാമത്തെ സൈഡ് കണ്ടോ ഈ ഒരു സൈഡ് നമുക്ക് കറക്റ്റ് അളവ് കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നമുക്ക് തോൾവശം നമ്മൾ കാണിച്ചു തരാം കണ്ടോ. അതായത് ചെസ്റ്റ് അളവിൻ്റെ മാർക്കിൽ നിന്ന് നേരെ സ്ലീവിൻ്റെ മാർക്കിലേക്കാണ് കണ്ടോ ആ ഒരു മാർക്ക് വരുന്നത്. ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ കൈയുടെ താപ് വസ്തു എന്ന റൗണ്ട് അളവ് നമുക്ക് രണ്ട് സ്ലീവിൻ്റെ കറക്റ്റ് കിട്ടുവാൻ വേണ്ടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിങ് നമുക്ക് എങ്ങനെയാണ് ഫിനിഷിംഗ് ആക്കിയെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക്